ഒരു മെയിൽ ആൻഡ് ഒരു ഫീമെയിൽ ഇപ്പൊ ഞങ്ങൾ ക്ലാസിഫൈ ചെയ്യണ സെക്ഷുവൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒരു ആണിന്റെയും പെണ്ണിന്റെ പ്രോബ്ലംസ് എന്തായിരിക്കും നോർമലി മാഡം കാണാം? ഓക്കെ. അപ്പം ഈ ഒരു ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചില പ്രശ്നങ്ങളൊക്കെ എല്ലാ പ്രായക്കാർക്കും സാധാരണ കണ്ടുവരുന്നതാണ്. അതായത് ചില പ്രശ്നങ്ങളൊക്കെ എല്ലാ പ്രായക്കാരിലും കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ചില പ്രത്യേക പ്രായത്തിൽ കുറച്ച് കൂടുതലായിട്ട് കാണുകയും അല്ലെങ്കിൽ കുറച്ച് കുറവായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൗമാര പ്രായക്കാരിൽ അതല്ലെങ്കിൽ യുവതി യുവാക്കളിലെല്ലാം നമ്മൾ സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് പലർക്കും ഈ സ്വയംഭോഗത്തിനെ കുറിച്ചിട്ടുള്ള ആ ഒരു തെറ്റായ പലതരത്തിലുള്ള ധാരണകളും അത് പല രീതിയിൽ പരീക്ഷിച്ചു നോക്കി അത് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരികയും ചെയ്യുകയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ ഇന്നത്തെ കാലത്ത് ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ കാഷ്വൽ സെക്സ് എന്ന് പറയുന്നത് വളരെ വളരെ സാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലൈംഗിക രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോ ഇനി ഒരു വിവാഹം കഴിഞ്ഞ ദമ്പതികളിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്നത് പണ്ട് പോലെയൊന്നുമല്ല. നമ്മൾ ശരിക്കും പറഞ്ഞ ഡോക്ടർ വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ ഏതൊരു ദമ്പതി ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ദമ്പതികളെ കണ്ടു കഴിഞ്ഞാൽ അവർ ചിരിച്ചോണ്ട് നടന്നാലും എൻ്റെ മനസ്സിൽ ഇവര് ശരിക്കും ഹാപ്പി ആണോ ഇല്ല വല്ല പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു മട്ടാണ്. കാരണം പുറത്ത് ചിരിച്ച് കളിച്ചിരിക്കുന്നവരാണ് നമ്മുടെ അടുത്ത് കൺസൾട്ടേഷന് വരുമ്പോൾ പറയണത് കല്യാണം കഴിഞ്ഞ് 6 വർഷമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. ഒന്നുകിൽ ഭാര്യയ്ക്ക് വജാനിസ്മസ് അതായത് ബന്ധപ്പെടുമ്പോൾ വേദന വരുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ ഭർത്താവിന് എറക്ഷൻ്റെ പ്രശ്നം അല്ലെങ്കിൽ താല്പര്യക്കുറവ്. 1-2 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ അവർ ആ പരാജയം നേരിടാൻ ഉള്ള ആ ഒരു മനസ്സൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതില്ലെങ്കിൽ സാരമില്ല, നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാം, അല്ലെങ്കിൽ അവർ ജോലിയിൽ മുഴുകുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുക, അല്ലെങ്കിൽ യാത്രകളൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് കഴിക്കുക, ഇങ്ങനെ. അപ്പം നമ്മൾക്ക് വിവാഹം കഴിഞ്ഞവരിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം സമയക്കുറവ്, ജോലി തിരക്ക്, അതല്ലെങ്കിൽ ഈ കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കായിക, പിന്നെ ജീവിത ശൈലി ആകെ കുളമാണല്ലോ. ഭക്ഷണം, വ്യായാമം എല്ലാം പ്രശ്നത്തിലായത് കാരണം പലതരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ. ഈ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ്, ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് തന്നെ വളരെ കുറവാണ് വിവാഹം കഴിഞ്ഞവരിൽ. പിന്നെ 40കളിൽ 50കളിലൊക്കെ എത്തി നിൽക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെങ്കിലും പലരുടെയും ധാരണ 1-2 കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ എന്തിനാ ഇതൊക്കെ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ എന്ന് പറഞ്ഞിട്ടാ. അപ്പം അവർക്ക് ഇതൊന്നും ഇനി ആവശ്യമില്ല, ഇതൊന്നും അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്നുള്ളൊരു ചിന്തയും കൂടി ഒരുപാട് പേർക്കുണ്ട്. അപ്പം ഇങ്ങനെ പല പ്രായക്കാരിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത്.